ആ എന്തോ ഞങ്ങൾക്ക് അറിയാം എന്തോ കാണിച്ചിട്ടുള്ളതെന്ന്. നീ കൂടുതലായ നീയൊക്കെ അങ്ങ് പോവും അറിയാലേ. പേപ്പർ ഗാർഹിക പീഡനത്തിന് ഇവിടെ ഇരിപ്പുണ്ട്. ആ ശരി, ഞാൻ കാണിച്ചു തരാടാ, കാണിച്ചു തരാം. നീ അകത്ത് പോണ ഞാൻ കാണിച്ചു തരാം, കാണിച്ചു തരാം. കാണിച്ചു തരാം. നേരത്തെ തന്നെ പ്രൊട്ടക്ഷൻ ഓർഡർ ഉണ്ടായിട്ട് പോലും ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ കുട്ടിക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. തിരിച്ചൊടിക്കുന്നത് മാത്രം ഞാൻ എങ്ങനെ എടുക്കാൻ? എൻ്റെ ഫോണും തള്ളിക്കളയുകയും ചെയ്തു. ഹസ്ബൻഡും എടുത്തില്ല. ഹസ്ബൻഡിനെയും ചെറുക്കാൻ പുഴുത്ത ചീത്തയായിരുന്നു ഒരു മോൻ വിളിക്കുന്നത്. FIR ഇട്ടിട്ട് പോലും നാളിതുവരെയായിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഫോൺ അങ്ങ് ദൂരോട്ട് തട്ടിക്കളഞ്ഞിട്ട് എൻ്റെ കൈ പിടിച്ച് വെച്ച് തിരിച്ചിട്ട് എന്നെ ഗേറ്റിനകത്തോട്ട് പുള്ളിക്കാരൻ തള്ളിയിടുകയായിരുന്നു ചെയ്തത്. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ഉമ്മനെല്ലൂരാണ്. റിഞ്ചു എന്ന ഒരു യുവതിയുടെ ഗാർഹിക പീഡനത്തെ തുടർന്നുണ്ടായ പരാതിയെ തുടർന്നാണ് ഞങ്ങളിവിടെ എത്തിയത്. റിഞ്ചുവിന്റെ ഭർത്താവിന്റെ വീട്ടുകാർ ചേർന്ന് അതിക്രൂരമായി കഴിഞ്ഞ ദിവസം നടന്ന ഒരു ഉത്സവത്തിനിടെ മർദ്ദിച്ചു. ഈ സംഭവത്തിലാണ് റിഞ്ചു നമ്മളോട് പ്രതികരിക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് റിഞ്ചുവിനോട് ചോദിക്കാം. ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് റിഞ്ചു ആണ്. റിഞ്ചുവിന് നേരിട്ട ചില അനുഭവങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. റിഞ്ചു, ശരിക്കും നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഓർഡർ നേരത്തെ ഉള്ളതാണെന്നാണ് പറഞ്ഞത്. നേരത്തെ പിന്നെ നമ്മുടെ ഗാർഹിക പീഡനത്തിന് നേരത്തെ പ്രൊട്ടക്ഷൻ ഓർഡർ ഉള്ളതാണ്. ആ പ്രൊട്ടക്ഷൻ ഓർഡറാണ് വയലേറ്റ് ചെയ്ത് എൻ്റെ വീട്ടിൽ കയറി ഹസ്ബൻഡിൻ്റെ ആളുകൾ എൻ്റെ വീട്ടിൽ കയറി എന്നെ അടിക്കുകയും പിന്നെ മാനസികമായിട്ട് ചീത്ത വിളിക്കുകയും കൈ പിടിച്ച് തിരിച്ചൊടുക്കുകയും എന്നെ പിടിച്ച് തെള്ളിയിടുകയും ചെയ്തു. ശരിക്കും ഇങ്ങനൊരു പ്രകോപനം ഉണ്ടാകാനുള്ള സാധ്യത എന്താ? പ്രകോപനം ഉണ്ടാവാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ എൻ്റെ വീടും വസ്തു, ഞാൻ താമസിക്കുന്ന എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടും വസ്തു പുള്ളിക്കാരന് നേരത്തെ വേണമെന്നുള്ളതായിരുന്നു. പണ്ടേ കേസ് കൊടുത്തേക്കുന്ന പുള്ളിക്കാരൻ എന്നെ നേരത്തെ വന്ന് കൊറോളയ്ക്കൊക്കെ കുത്തിപ്പിടിച്ച് എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് പുള്ളിക്കാരൻ്റെ പേര് ആ വീടും വസ്തു എഴുതി വാങ്ങിച്ചായിരുന്നു. വൈഫിൻ്റെ പേരിൽ അത് എഴുതി മേടിച്ചിട്ട് ആദ്യത്തെ വിൽപത്രം എഴുതി വാങ്ങിച്ചു. അതിനുശേഷം അച്ഛൻ മരിക്കുന്നതിന് ഒരു 3-4 മാസം മുന്നേ അമ്മയുടെ പേരില്ല, ഞങ്ങളെ അതിൽ കേട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവരറിയാതെ പോയിട്ട് അമ്മ തിരിച്ചെഴുതി വാങ്ങിച്ചു. ഈ വസ്തു തിരിച്ചെഴുതി വാങ്ങിച്ചതിന് ശേഷം അമ്മയായിട്ട് ഒന്നും മിണ്ടത്തില്ലായിരുന്നു. ഒരു മൊത്തം ശത്രുതയായിരുന്നു. അങ്ങനെ വന്ന സമയത്താണ് പുള്ളിക്കാരൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിൽ കൊണ്ടുപോയി സിവിൽ കേസും എല്ലാം കൊടുത്തിട്ടിട്ട് ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ചീത്തവിളിയും ബഹളവും ആ കേസ് കിടക്കുന്നത് കൊണ്ട്, സിവിൽ കേസ് ഹസ്ബൻഡിൻ്റെ പേരിൽ കിടക്കുന്നത് കൊണ്ട് ഹസ്ബൻഡിൻ്റെ പേരിൽ ഇപ്പോൾ അവർക്ക് കള്ള കേസ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതെല്ലാം ചെയ്തത്. അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾ അവിടെ ഉത്സവമായിരുന്നു. ഉത്സവത്തിന്റെ അന്ന് രാത്രി 12:30-ക്കാണ് ഈ സംഭവം ഉണ്ടായത്. നിങ്ങൾ എങ്ങനെയാണ് ഉപദ്രവിച്ചത്? എന്ന് ഉപദ്രവിച്ച കാര്യം എന്ന് വെച്ചാൽ എനിക്ക് നേരത്തെ പ്രൊട്ടക്ഷൻ ഓർഡർ കിടക്കുന്നുള്ളത് കൊണ്ട് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എൻ്റെ വക്കീൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ പിടിക്കണമെന്ന്. പുള്ളിക്കാരൻ വന്നിറങ്ങിയപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ ആദ്യം ഉണ്ടാക്കാനാണെന്ന് മനസ്സിലായി. കാരണം എന്ന് വെച്ചാൽ മോൻ പിറക്ക സ്കൂട്ടറിൽ വന്നേത്. അപ്പൊ നോക്കുന്ന നോട്ടം കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി പ്രശ്നം ഉണ്ടാക്കാനാന്ന്. അപ്പോഴത്തേക്ക് ഞാൻ ഒരു ക്യാമറ ഓണാക്കി, എൻ്റെ ഫോണിന്റെ ക്യാമറ ഓണാക്കി വീഡിയോ പിടിക്കുകയായിരുന്നു അകത്ത് നിന്ന്. ഇങ്ങനെ ഓടി വന്നിട്ട് ഫോൺ അങ്ങ് തട്ടിക്കളഞ്ഞിട്ട് ക്യാമറ എടുത്തോണ്ട് നിന്ന് ഫോൺ അങ്ങ് ദൂരോട്ട് തട്ടിക്കളഞ്ഞിട്ട് എൻ്റെ കൈ പിടിച്ച് വെച്ച് തിരിച്ചിട്ട് എന്നെ ഗേറ്റിനകത്തോട്ട് പുള്ളിക്കാരൻ തള്ളിയിടുകയായിരുന്നു ചെയ്തത്. നിലവിൽ ഈ കേസിൽ എങ്ങനെയാണ് പോലീസിന്റെ പോലീസ് FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പോലും അവരിതുവരെയും പ്രതിയെ പിടികൂടിയിട്ടില്ല. ഏത് പോലീസാണ്? കൊട്ടിയം പോലീസ് സ്റ്റേഷൻ. നിലവിൽ നിങ്ങൾ വനിതാ കമ്മീഷനിൽ പരാതി കൊടുത്തു? വനിതാ കമ്മീഷനിൽ നമ്മൾ പരാതി കൊടുത്തിട്ടില്ല. ഓൾറെഡി ഇത് പ്രൊട്ടക്ഷൻ കിടക്കുന്നത് കൊണ്ട് എന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ സ്റ്റേഷൻകാരാണ് അറസ്റ്റ് ചെയ്യേണ്ടുള്ളത്. അവരുടെ ഭാഗത്തുനിന്ന് വക്കീലിനെ വിളിച്ചു ചോദിച്ചപ്പോൾ അവരാണ് അറസ്റ്റ് ചെയ്തത്. ഇതുവരെ പോലീസ് പ്രതിയെ വിളിച്ചിട്ടില്ല. ഒരു വട്ടം വിളിച്ചു. പേരെന്താണ്? ഹരിലാൽ. ഇതുവരെയായിട്ടും സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടില്ല. ഒരു വട്ടം വിളിപ്പിച്ചു. ഇയാള് ഫോണിൽ എടുത്ത ദൃശ്യങ്ങൾ ഫുള്ളും SIയെ കാണിക്കുകയും ചെയ്തത് അവർക്ക് ബോധ്യപ്പെട്ടതുമാണ്. അയാൾ വന്ന് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് മൊത്തം കാണിച്ചു. അവരിപ്പോ പറയുന്നത് അയാളുടെ വീഡിയോയിലും ഇല്ല എന്റെ വീഡിയോയിലും ഇല്ല കൈ പിടിച്ച് തിരിക്കുന്നത്. അതുകൊണ്ട് കേസ് എടുക്കാൻ പറ്റില്ല എന്നാണ്. തെളിവില്ല. പക്ഷെ അയാൾ കാറിൽ വന്ന് ഇറങ്ങുന്നതും എന്നെ ചീത്ത വിളിക്കുന്നതും ഹസ്ബൻഡിനെ ചീത്ത വിളിക്കുന്നതും എല്ലാം ഈ പോലീസുകാർ കണ്ടതാണ്. ഈ തിരിച്ചൊടിക്കുന്നത് മാത്രം ഞാൻ എങ്ങനെ എടുക്കാൻ? എൻ്റെ ഫോണും തള്ളിക്കളയുകയും ചെയ്തു. ഹസ്ബൻഡും എടുത്തില്ല. ഹസ്ബൻഡിനെയും ചെറുക്കാൻ പുഴുത്ത ചീത്തയായിരുന്നു ഒരു മോൻ വിളിക്കുന്നത്. അത് കേട്ട് ഹസ്ബൻഡും അങ്ങോട്ട് പള്ളു പറഞ്ഞുകൊണ്ട് നിൽക്കുക. ആ സമയത്ത് ഹസ്ബൻഡിനും എടുക്കാൻ പറ്റിയില്ല. രണ്ടുപേരും, അയാളും ക്യാമറ ഓഫായിരുന്നു. എന്നെ തെള്ളിയിട്ടിട്ടാണ് അയാൾ മദ്യപിച്ചിട്ടായിരുന്നു.
അയാൾ ഉത്സവമായോണ്ട് അയാൾ മദ്യപിച്ചു. മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹരിലാലിനെതിരെയാണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും FIR ഇട്ടിട്ട് പോലും നാളെ ഇതുവരെയായിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ യുവതി ഇപ്പോൾ റിഞ്ചുവിന് നീതി വേണമെന്നാണ് റിഞ്ചു ആവശ്യപ്പെടുന്നത്. കാരണം വലിയ രീതിയിലുള്ള ഒരു ആക്രമണം തന്നെയാണ്. നേരത്തെ തന്നെ പ്രൊട്ടക്ഷൻ ഓർഡർ ഉണ്ടായിട്ട് പോലും ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ കുട്ടിക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഏതായാലും നീതി ലഭിക്കട്ടെ എന്ന് ഞങ്ങളും പ്രത്യാശിക്കുന്നു. ക്യാമറമാൻ അരുൺ സാഗറിനോടൊപ്പം ബിൽവനിത് വിസ്മയ ന്യൂസ്.